ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇനി 9 നാൾ ബാക്കി. മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടി പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമായി. സംസ്ഥാനത്ത് ഹോം വോട്ടിംഗിന് ഇന്ന് തുടക്കമാകും. തെരഞ്ഞെടുപ്പിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരടക്കം ഉദ്യോഗസ്ഥരുടെ രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. 2025 പാപ്പരത്തക്കോട് ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് കൂടുതൽ ചർച്ചയ്ക്കായി പരിഗണിക്കും. സംസ്ഥാനത്ത് ഗാർഹിക എൽപിജിയുടെയും ഇന്ധനങ്ങളുടെയും വിതരണത്തിൽ പ്രതിസന്ധി നിലവിലില്ലെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ കെ ഹിമ. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മുംബൈയിൽ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇനി 9 ദിവസവും വോട്ടെടുപ്പിന് 10 ദിവസവും ബാക്കി. മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടാൻ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമായി. ഡെസ്ക് റിപ്പോർട്ട്. പഞ്ചായത്ത്, മുനിസിപ്പൽ തല റാലികളുടെയും താരപ്രചാരകരെ അണിനിരത്തി സംഘടിപ്പിക്കുന്ന റോഡ് ഷോകളുടെയും തിരക്കിലാണ് മുന്നണികളും പ്രവർത്തകരും. ചിഹ്നങ്ങൾ പതിച്ച സ്ഥാനാർത്ഥികളുടെ വർണ്ണ പോസ്റ്ററുകളും കൂറ്റൻ ബോർഡുകളും നാടെങ്ങും നിറഞ്ഞുകഴിഞ്ഞു. സംസ്ഥാന, ദേശീയ നേതാക്കൾ ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിട്ട പ്രചാരണത്തിലാണ്. 2 ദിവസം കഴിയുന്നതോടെ സംസ്ഥാനമെങ്ങും ബൂത്ത് തലത്തിൽ പ്രവർത്തകർ വീട് കയറി ചിഹ്നങ്ങൾ പരിചയപ്പെടുത്താനും അഭ്യർത്ഥന കത്തുകൾ വിതരണം ചെയ്യാനും തുടങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊല്ലം ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പൊതുയോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യും. രാവിലെ മാധ്യമങ്ങളെ കണ്ട ശേഷം ചവറ, ഇടപ്പള്ളിക്കോട്ട, വൈകിട്ട് അഞ്ചാലുമൂട്, കൊട്ടാരക്കര, കടയ്ക്കൽ എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇന്ന് കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ സംബന്ധിക്കും. രാവിലെ കുറ്റ്യാടി മണ്ഡലത്തിലെ കുട്ടോത്തുനിന്ന് ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി പയ്യോളിൽ സമാപിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയോടെ പത്തനംതിട്ട അടൂരിൽ ഹെലികോപ്റ്ററിലെത്തുന്ന രാഹുൽ ഗാന്ധി കെഎസ്ആർടിസി ജംഗ്ഷനിൽ അടൂർ മണ്ഡലം യുഡിഎഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല മണ്ഡലങ്ങളുടെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. തുടർന്ന് പ്രമാടം ഹെലിപ്പാഡിൽ നിന്ന് കോട്ടയത്തേക്ക് പോകും. വൈകിട്ട് പാമ്പാടി, കഞ്ഞിക്കുഴി, അതിരമ്പുഴ എന്നിവിടങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പങ്കുചേരും. തുടർന്ന് കൊച്ചി വഴി ഡൽഹിയിലേക്ക് മടങ്ങും. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അടൂർ, പത്തനംതിട്ട ടൌണുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം നാളെ ആരംഭിക്കുമെന്ന് ഡിസിസി അറിയിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കളക്ടറേറ്റ് മൈതാനത്തിറങ്ങുന്ന അദ്ദേഹം പോലീസ് മൈതാനിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കും. കണ്ണൂരിലെ പൊതുയോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കും. നാദാപുരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രചാരണം കൊയിലാണ്ടിയിൽ റോഡ് ഷോയോടെ സമാപിക്കും. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ എൻഡിഎ പ്രചാരണം രാവിലെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്യും. നാളെ നടി ഖുശ്ബു പ്രചാരണത്തിനെത്തും. മാവൂർ റോഡിൽ നാളെ രാവിലെ ഖുശ്ബുവിന്റെ റോഡ് ഷോ ഉണ്ടായിരിക്കും. നോർത്ത് മണ്ഡലത്തിൽ യുഡിഎഫ് പ്രചാരണത്തിന് വൈകിട്ട് ഷാഫി പറമ്പിൽ എംപി റോഡ് ഷോ നടത്തും. സംസ്ഥാനത്ത് വോട്ടർമാരുടെ വീട്ടിലെത്തി വോട്ടിംഗ് സൌകര്യമൊരുക്കുന്ന ഹോം വോട്ടിംഗിന് ഇന്ന് തുടക്കമാകും. ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ജില്ലാ കളക്ടർമാരുമായി ഹോം വോട്ടിംഗിന്റെ ഒരുക്കങ്ങൾ ഓൺലൈനിൽ വിലയിരുത്തി. രാഷ്ട്രീയ പാർട്ടികളുമായും അദ്ദേഹം കൂടിയാലോചന നടത്തി. കണ്ണൂർ ജില്ലയിൽ 19,276 ഹോം വോട്ടിംഗ് അപേക്ഷകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ. ജില്ലയിൽ ഹോം വോട്ടിംഗിന് അംഗീകരിച്ച അപേക്ഷകരിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 14,138 പേരുണ്ട്. 5,138 പേർ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. 2,204 ഹോം വോട്ടർമാരുള്ള ഇരിക്കൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ. കുറവ് അഴീക്കോട് മണ്ഡലത്തിലാണ് 1,308. ഹോം വോട്ടിംഗിനായി 203 ഉദ്യോഗസ്ഥ സംഘങ്ങളാണ് ജില്ലയിലുള്ളത്. റിസർവായി ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1 എന്ന തോതിൽ 11 സംഘങ്ങളുണ്ട്. പോളിംഗ് ഓഫീസർമാർ, മൈക്രോ ഒബ്സർവർ, പോലീസ് ഓഫീസർ, വീഡിയോഗ്രാഫർ എന്നിങ്ങനെ 5 പേരാണ് ഓരോ സംഘത്തിലും ഉണ്ടാവുക. സംഘത്തെ ബിഎൽഒ അനുഗമിക്കും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് ഹോം വോട്ടിംഗ്. തിരുവനന്തപുരം അടക്കം ജില്ലകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രിസൈഡിംഗ് ഓഫീസർമാർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ, പോളിംഗ് ഓഫീസർമാർ എന്നിവരുടെ രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജോലി ചെയ്യേണ്ട മണ്ഡലത്തെക്കുറിച്ചും ടീമിനെക്കുറിച്ചും ഔദ്യോഗിക വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്.
മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ സാമൂഹ്യമാധ്യമ ഉപയോഗത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് നിർദ്ദേശം നൽകി. ഗ്രൂപ്പുകളിലെ മെസ്സേജുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ ക്ലിപ്പുകൾ എന്നിവ അഡ്മിൻമാർ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കണം. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച രാഷ്ട്രീയ വീഡിയോകൾ AI ജനറേറ്റഡ് ലേബൽ ഇല്ലാതെ പങ്കുവച്ചാൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉയർത്താനും ജനാധിപത്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും സംഘടിപ്പിക്കുന്ന പ്രചാരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തും സ്വീപിന്റെ നേതൃത്വത്തിൽ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിരുന്നു. പാലക്കാട്ട് സ്വീപ് സൌഹൃദ പെനാൽറ്റി ഷൂട്ടൌട്ടും സംഘടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം തയ്യാറായി കഴിഞ്ഞെന്നും 100% പോളിംഗാണ് ലക്ഷ്യമിടുന്നതെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ അനുകുമാരി അറിയിച്ചു. വോട്ടിംഗ് ദിനത്തെ അവധി ദിവസമായി കാണാതെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് കല്ലറ ചെട്ടിയക്കൊന്നകയം ഉന്നതിയിലെ സ്വീപ് ബോധവൽക്കരണ പരിപാടിയിൽ കളക്ടർ ആവശ്യപ്പെട്ടു. മൈ ഭാരത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീപ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വോട്ടേഴ്സ് ബോധവൽക്കരണ സൈക്കിൾ റാലി നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി കളക്ടറേറ്റിൽ സമാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നമോ ആപ്പ് വഴി മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത് സംവാദ് പരിപാടിയിൽ അസമിലെയും പുതുച്ചേരിയിലെയും ജനങ്ങളെ അഭിസംബോധന ചെയ്യും. NDA ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അസമിലും പുതുച്ചേരിയിലും കൈവരിച്ച വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 2025 പാപ്പരത്ത കോഡ് ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് കൂടുതൽ ചർച്ചയ്ക്കായി പരിഗണിക്കും. കമ്പനികളുടെയും വ്യക്തികളുടെയും കടബാധ്യത സംബന്ധിച്ച നടപടികൾക്കിടയിലെ കാലതാമസം ഒഴിവാക്കി തർക്ക പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ബിൽ ലക്ഷ്യമിടുന്നു. രാജ്യസഭ കേന്ദ്ര സായുധസേനാ ബിൽ 2026 ഇന്ന് പരിഗണനയ്ക്കെടുക്കും. പൊതുവിതരണ സംവിധാനത്തിന് കീഴിൽ 21 സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്പീരിയർ മണ്ണെണ്ണ വിതരണം ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ധന വിതരണ രംഗത്തുണ്ടായ സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. മണ്ണെണ്ണരഹിത സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഗാർഹിക ഉപയോഗത്തിന് സുപ്പീരിയർ മണ്ണെണ്ണ സംഭരിക്കാനും വിതരണം ചെയ്യാനും ഇന്ധന സ്റ്റേഷനുകൾക്ക് അനുമതി നൽകിയതായി വിജ്ഞാപനത്തിൽ അറിയിച്ചു. ഓരോ ജില്ലയിലും പരമാവധി 2 ഇന്ധന ഔട്ട്ലെറ്റുകൾക്ക് അനുമതി നൽകും. 60 ദിവസത്തേക്ക് വിജ്ഞാപനം പ്രാബല്യത്തിലുണ്ടായിരിക്കും. സംസ്ഥാനത്ത് ഗാർഹിക LPGയുടെയും ഇന്ധനങ്ങളുടെയും വിതരണത്തിൽ ഒരു പ്രതിസന്ധിയും നിലവിലില്ലെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ കെ ഹിമ അറിയിച്ചു. അർദ്ധ അവശ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആശുപത്രികൾക്കും റെയിൽവേ കാറ്ററിംഗിനും 100% സിലിണ്ടറും ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. LPG വിതരണവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പരാതികൾ അറിയിക്കാൻ താലൂക്കുതല LPG കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് SSLC പരീക്ഷ ഇന്ന് അവസാനിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ശനിയാഴ്ച പൂർത്തിയായിരുന്നു. 1 മുതൽ 9 വരെ ക്ലാസുകളിലെ പരീക്ഷകൾ നാളെ സമാപിക്കും. SSLC ഫലപ്രഖ്യാപനം മെയ് 3-ാം വാരത്തിൽ ഉണ്ടാകും. മൂല്യനിർണ്ണയം ഏപ്രിൽ 16-ന് തുടങ്ങും. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 22-ന് പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ന്യൂനപക്ഷങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. നടപടി ഭരണഘടനാ വിരുദ്ധവും സ്വാഭാവിക നീതിയുടെ ലംഘനവുമാണെന്ന് അവർ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മുംബൈയിൽ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ഗോഹട്ടിയിൽ നേരിടും. വൈകിട്ട് 7:30ക്കാണ് മത്സരം. 26ാമത് പൂക്കോട്ടൂർ ഹജ്ജ് പഠന ക്യാമ്പ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കർമ്മങ്ങളിൽ സൂക്ഷ്മത പുലർത്തി പ്രാർത്ഥനകൾ കൊണ്ട് ഹജ്ജിനെ ധന്യമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. പലയിടത്തും റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി വിതരണവും തകരാറിലായി. ഇന്ത്യയിൽ അടിവയറിൽ കൊഴുപ്പ് കൂടുന്നവരുടെ എണ്ണത്തിലെ വർധന ആശങ്ക ഉളവാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ അഡ്വാൻസസ് ഇൻ ഒബേസിറ്റി ആന്റ് ലിപ്പിഡ് മാനേജ്മെന്റ് ഇൻ CVD എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിട്ടയായ ജീവിതശൈലിയും ശരിയായ ഉറക്കവും പൊണ്ണത്തടിയെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇനി 9 നാൾ ബാക്കി. മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടി പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമായി.
സംസ്ഥാനത്ത് ഹോം വോട്ടിംഗിന് ഇന്ന് തുടക്കമാകും. തെരഞ്ഞെടുപ്പിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരടക്കം ഉദ്യോഗസ്ഥരുടെ രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. 2025 പാപ്പരത്തക്കോട് ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് കൂടുതൽ ചർച്ചയ്ക്കായി പരിഗണിക്കും. സംസ്ഥാനത്ത് ഗാർഹിക എൽപിജിയുടെയും ഇന്ധനങ്ങളുടെയും വിതരണത്തിൽ പ്രതിസന്ധി നിലവിലില്ലെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ കെ ഹിമ. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മുംബൈയിൽ 6 വിക്കറ്റിന് തോൽപ്പിച്ചു.